ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോൾ രാവിലെ മുട്ടക്കറി വെക്കാനായിട്ട് ഉള്ളതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു, സവോളയൊക്കെ അരിഞ്ഞ് വെച്ച് അതിലേക്കിട്ട് വഴറ്റാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ശകലം ഉപ്പും കൂടെ ചേർക്കട്ടെ. ഇത് ഇവിടെ കിടന്ന് വഴട്ടെ. അന്നേരത്തേക്ക് രാവിലെ കാപ്പി തന്നെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇടിയപ്പമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പാക്കറ്റ് പൊടിയൊന്നും അല്ല കേട്ടോ, അല്ലാതെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ പീച്ചി ഇപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇടിയപ്പവും മുട്ടക്കറി. അച്ചു രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര ജോലി കേട്ടോ. ഇതുണ്ടോ, അടുക്കളയെല്ലാം ഭയങ്കര നീറ്റാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് മിറ്റൊക്കെ പിണങ്ങിയ ഓടി തൂത്തുവാരി. അയ്യോ, ആ തൊണ്ട് കളയില്ല, ആ തൊണ്ടും പിന്നെ ആ തേങ്ങയുടെ ചെത്തിയേക്കുന്ന സംഭവമില്ല, അതൊക്കെ അതിൻ്റെ അടിയിലോട്ട് ഇടത്. ഉണങ്ങിയ തീ കത്തിക്കുന്നല്ല. ചക്ക വെട്ടിപ്പെറുക്കാണ്ട് തുടങ്ങുവാണേ. മണിയമ്മ ഇവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേവിക്കണം. അപ്പം അതെല്ലാം ഒന്ന് എടുത്തേച്ച് ബാക്കി വീഡിയോയിലൂടെ കാണാമെന്ന്. ഇന്നലെ മഴയൊന്നും പെയ്തില്ലെന്നേ, അതുകൊണ്ട് വെള്ളം ഒഴിക്കാനിട്ടിരുന്നായിരുന്നു, വെള്ളം ഒഴിച്ചില്ല. മഴ പെയ്യാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാം വാടിക്കരിഞ്ഞ് നിൽക്കുമായിരിക്കും. വൈകുന്നേരത്തേക്ക് ഞാൻ കുറച്ച് കോഴിക്കട്ടയും കൂടെ ഉണ്ടാക്കി വെച്ചേ. എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കോഴിക്കട്ടയും കൂടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മടിയാണ്. രാവിലത്തെ മാവ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അപ്പം അത് ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു, ഇനി ഇത് വേവിക്കാനായിട്ട് തുടങ്ങി. കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ചേട്ടൻ മീൻ മേടിച്ചോണ്ട് വരുന്നുണ്ട്, എന്നിട്ട് വെക്കാൻ നോക്കും. ചക്കയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ സാധനമായിരുന്നു. എനിക്കൊന്ന് കുട്ടനാടാണെന്ന് തോന്നുന്നു, എന്നവരാണോ ജോമയാണോ ആരൊക്കെയോ പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ ചക്ക എരിയുമ്പോൾ പകുതിയോളം വയറ്റി പോകുന്നത് സത്യം കേട്ടോ. വെട്ടി പെറുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വയറ്റി പോകാൻ തുടങ്ങിയതാണ്. ഇതിന് ചെറിയ മധുരമുണ്ട്, ഇന്നത്തെ ചുളയ്ക്കാതെ കൂടുതലും മധുരമുള്ളതാണ് കൂടുതൽ. പിന്നെ ജോമ പറഞ്ഞു, ജയചേച്ചി ചേച്ചി മാത്രമല്ല കേട്ടോ കൂട്ടാൻ ഞാനും ഉണ്ടെന്ന്. സത്യം കേട്ടോ, ജോമ ഭയങ്കര കട്ട കൂട്ടാട്ടോ, കട്ട സപ്പോർട്ടുമാണ്. അപ്പം ജോമേന് പറഞ്ഞില്ല എന്ന് പറയുന്നു കേട്ടോ. ജോമക്കുട്ടി കട്ട സപ്പോർട്ടാ. ഞാൻ കുക്കർ എടുക്കട്ടെ, വേവിക്കണ്ടേ. വലിയ കുക്കറിനകത്ത് വേവിക്കാണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെരുപ്പിപ്പുളി വേവിച്ചതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ കുക്കറിനകം ഏതോ ഒരു പ്രശ്നം. ഞാൻ ഇതുവരെ ചേട്ടനോട് പറഞ്ഞില്ല, പറഞ്ഞ എന്നെ വഴക്ക് പറയും. നീ എന്നത്തിന് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ആരോടും വേണ്ടിയിട്ടില്ല. വിടർന്നൊരു ചെമ്പനി മുകുളമായി ഇന്നലെ ആരായിരുന്നു നമ്മുടെ സുകുടുംബം എന്നോട് ഏത് പാട്ടായിരുന്നു
ഏതോ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, ബാക്കി മൊത്തം ആ പാട്ടിട്ട് വരി പറഞ്ഞ് ചെറിഞ്ഞ് പാടായിരുന്നു. ഒന്നിൻ്റെ മുഴുവൻ അറിയത്തില്ലെന്ന് എല്ലാം ഇച്ചിരി അറിയാം. അറിയാന്നൊക്കെ ചുമ്മാ ഇച്ചിരി പാടിക്കാനൊക്കെ. നമ്മൾ അടുക്കളയിലൊക്കെ ഭയങ്കര പാട്ടുകാരല്ലേ. മുകുളമായി മുന്നിൽ നിന്നോ ശക്കലും കൂടെ വെള്ളം ചേർത്തിട്ട് നുള്ളി നോവിക്കാതെ മാത്രം വിടർന്നു മൂലമായി നീ മറ്റേ കുക്കർ അത് വെക്കുന്നതേ അതിലോട്ട് നമുക്ക് വിസിൽ വെക്കാവേ. പക്ഷെ ഇതേലുണ്ടല്ലോ അന്നേരം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എയർ ഈ വഴിക്കൂടെ പോകും. അതുകൊണ്ട് ഞാൻ ഇതുവഴി എയർ വന്നതിന് ശേഷമേ അതിൻ്റെ വെയിറ്റ് എടുത്ത് വെക്കത്തുള്ളൂ. നമ്മുടെ ഇതിനായിട്ട് ഇനി എന്നായിരുന്നു വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനി അല്ല ചക്കക്കുരു വേണം മെഴുക്കോട്ട് വെക്കാനല്ലേ. ചക്കക്കുരി എന്താ മീനൊക്കെ വറുത്തു, പിന്നെ നമ്മുടെ ചക്കയൊക്കെ വേവിച്ചു കേട്ടോ. മീൻ അതിവിടെ നേരത്തെ ഇരുന്ന മീനാണ് വറുത്തത്. മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്നും പറഞ്ഞ് നിന്ന്, പക്ഷേ ചേട്ടൻ മീൻ കിട്ടാൻ ഇനിയും താമസമായതുകൊണ്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നില്ല. പകരം ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പുതുതായിട്ട് കട തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 ബീഫ് കറി മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അതും ചക്കയും ചോറും മീൻ വറുത്തതൊക്കെയാണെന്ന്. ഉച്ചക്കത്തെ കറിയൊക്കെ എന്നാ നല്ലത് 2 ദിവസമായിക്കൊണ്ട് കറിവേപ്പൊക്കെ വലിയ ഒരു ഉഷാറാകുന്നില്ല. ഞങ്ങൾ ഇനി കഴിക്കട്ടെ. കണ്ണം പോകാനൊക്കെ റെഡിയായി. കണ്ടോ സുന്ദരൻ നിന്ന് ഒരുങ്ങുന്ന കണ്ടോ. സുന്ദരോ കണ്ടില്ലായിരുന്നു കണ്ണൻ ഞാൻ വീഡിയോ എടുത്തത്. ഈ ഡൈനിൻ്റെ വിളിച്ചിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങോട്ട് ഈ കസാര അങ്ങോട്ട് വലിച്ചിടാം. കണ്ണൻ ഭയങ്കര ഒരുക്കമായിരുന്നു. കണ്ണയുടെ മുന്നിട്ട് മുടി വെട്ടാറായി കേട്ടോ ഈ പറഞ്ഞാൽ തന്നെ. അച്ഛൻ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല. നിന്റെ മുടി വളർന്നു. കുഞ്ഞെ ഒരു തവി ഇങ്ങെടുത്ത മോൻ. ഇതിന്റെ ഇങ്ങനെ അല്ലാതെ എടുക്കുന്ന ഇതിന് ചോറ് വേണ്ട വെച്ചു. ഒഴിക്കട്ടെ. നല്ല കറിയാണോ? കൊള്ളുകലാണ്. എനിക്കറിയാടാ. കടയിൽ നിന്ന് മേടിക്കുന്ന മാത്രമേ നിനക്ക് കൊള്ളുകൊള്ളാൻ പറഞ്ഞു കേട്ടോ. ചക്ക കഴിച്ചത് കൊള്ളത്തില്ലെന്ന്. തിന്നണ്ട, നീ മാറ്റി വെച്ച ചോറ് തരാം നിനക്ക് ഞാൻ. എടാ നിനക്ക് പരീക്ഷ ഉണ്ടോടാ ഇന്ന്? നാണക്കേടോ നീ കിട്ടുന്ന സമയം ഫോണും കൊണ്ടിരുന്ന് കളിയല്ലേ. അവൻ ഇന്നത്തെ ഡേറ്റ് പോലും അവൻ അറിയാൻ മേലായിരുന്നു. ഇവിടെ വാടാ. വടി കിട്ടിയ ചേട്ടാ, ഒരു വടി എടുക്ക. കൊടുക്ക. ആ കൊടുക്ക. ബാബുചേട്ടാ ഇവനെ ഫോണും കൊണ്ട് ഇത്ര നിന്ന് ഫ്രീ ഫയർ കളിക്കായിരുന്നു. ചെല്ല അച്ഛൻ്റെ അടുത്തില്ലേ. അപ്പൊ ഇത്ര ദിവസം നീ പരീക്ഷ എഴുതാൻ എങ്ങനെ പിടിക്കും ബാബുചേട്ടാ ഇവരെ? കണ്ടോ വടിയൊക്കെ ഇപ്പൊ താഴെ വന്ന് കണ്ടോ ബാബുചേട്ടാ. ഇവിടെ ഇറങ്ങി വാടാ. ഒരെണ്ണം കൊടുക്ക. പാവല്ലേ എന്നോ. എന്റെ ഫോണ് നിങ്ങളുടെ ഫോണ് എല്ലാം നിന്റെ കസ്റ്റഡിയിലാ. ഇറങ്ങി വാ ചക്കര, ഇറങ്ങി വാ മോനെ. പൊന്നുമോൻ ഇറങ്ങി വേടാ. ചക്കരമുത്തിങ്ങി വന്നേ. മക്കൾക്ക് സ്നേഹസമ്മാനം തരാം. അതെ. TV കംപ്ലൈൻ്റ് ആയിട്ട് 2 ദിവസമായിരുന്നേ. അതിൻ്റെ ഡിസ്പ്ലേക്ക് ഏതാണ്ട് ഒരു പ്രശ്നം വന്നാണ്. അപ്പം 3-4 ദിവസമായി. കണ്ടോ കണ്ണമ്മോൻ ആ ദിവസം എത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു നോക്കിയേ. വേറെ വല്ലതാണെങ്കിൽ അവൻ ഓർക്കുമോ? അപ്പം അത് ഫിറ്റ് ആയിട്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വന്നാൽ ഇന്ന് മുതൽ TV കാണാം. ഇല്ലേ കണ്ണാ?
കണ്ണൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. കണ്ടോ കണ്ടോ അവന്റെ ആ ഒരു ഉത്സാഹം കണ്ടോ, വെളിയിറങ്ങി നോക്കി നിൽക്കുന്നത് കണ്ടോ. സമാധാനമായോടാ? കണ്ണൻ ഇത്രയും ദിവസം ശ്വാസം മുട്ടിയായിരുന്നു ഇരുന്നത്. അച്ഛൻ എന്തി ഉറക്കമാണോ? ടി വി ഒക്കെ ശരിയാക്കുന്നവരൊക്കെ ടി വി ഒക്കെ ശരിയാക്കി പോയി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ചുമ്മാ ഇങ്ങനെ ഫോണും കൊണ്ട് എല്ലാവരും വീഡിയോസ് കുറേ പേരൊക്കെ ഇന്നലെ കാണാൻ സമയമില്ല. ഇന്നലെ ഭയങ്കര തലവേദനയും കൂടെ ആയിരുന്നു കേട്ടോ. ഇന്നും കൊണ്ടൊരു ചെറിയ തലവേദന, എനിക്കൊന്ന് മൂക്കടപ്പിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. ചെറിയ തലവേദനയും കൂടെ ഉണ്ട്. ഞാൻ ഓർത്തു ചേരൊന്ന് കിടന്നേക്കാം, കുറച്ച് നേരം ടി വി ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കിടന്നു കേട്ടോ. കിടക്കുമ്പോഴാണ് തോന്നുന്നു ക്ഷീണം കൂടുതൽ. ഉറങ്ങിയില്ല, ചുമ്മാ കിടന്നതേ ഉള്ളൂ. പകലുറക്കം പതിവില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കിടക്കുന്നത് അങ്ങ് ഉറങ്ങിയൊന്നും പോകത്തൊന്നുമില്ല. അപ്പം 4 മണിക്കത്തേക്ക് ഞാൻ പറഞ്ഞതില്ല, രാവിലെ പറഞ്ഞത് കോഴിക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കട്ട എല്ലാം എടുത്ത് ഇനി എല്ലാവർക്കും കൊടുക്കാനൊക്കെ തുടങ്ങുകയാണ്. ഭയങ്കര ചൂടാട്ടോ, കൊടുക്കാൻ തുടങ്ങുകയാണ്. കടുങ്ങാപ്പി എടുത്തു, ഇനി എല്ലാവർക്കും കൂടെ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. കണ്ണു കോഴിക്കട്ട വേണ്ടേ നിനക്ക്? അതിൻ്റെടാ നാക്ക് നിൽക്കാതെ വായിലെ നാക്കിൻ്റെ കുഴപ്പമാടാ. സത്യങ്ങൾ പറയണം, അന്നേരം നാക്കിനൊന്നും വരികയില്ല. ഞങ്ങളുടെയൊക്കെ നാക്കടാ കുഴപ്പമില്ല, ഞങ്ങളുടെയൊക്കെ നാക്കടല്ല കുഴപ്പമില്ലല്ലോ. എടുത്ത് കഴിക്ക്. വായിൽ തരണോ മോനെ? ആണോ എൻ്റെ പൊന്നിനമ്മ? അല്ലേ, എന്നാ ഞാൻ കഴിച്ചോളാം. എടുക്കടാ, നല്ലപോലെ ശർക്കരയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് സ്പെഷ്യലായിട്ട്. തലവേദന എടുക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര ദൈവമേ. പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ വെള്ളം ഒഴിക്കണം. ഇന്നലെ മഴ പെയ്യുന്നോർത്ത് വെള്ളം ഒഴിച്ചില്ല. ഇന്നും മഴ പെയ്യുമെന്ന് പറഞ്ഞിന്ന് മഴ പെയ്തില്ല. എന്നാ ചെയ്യും? അന്ന് അരിഞ്ഞു വെച്ച മാങ്ങായ കേട്ടോ, ഇതുവരെ അച്ചാറിടിയിൽ നടന്നില്ലെന്നേ. ആ കണ്ണനാണെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുന്നതനുസരിച്ച് ഓരോ പ്രാവശ്യം ഓരോന്ന് വീതം എടുത്തെടുത്തെടുത്ത് തിന്ന് തീർക്കലായിരുന്നു പറ്റി. ഡേടാ ഇങ്ങനെ പിടിക്കും. ഇല്ലില്ല, എൻ്റെ പൊന്ന് കണ്ണ ഇങ്ങനെ വാരി എടുത്താൽ ഈ ചെറുക്കനെയൊക്കെ എന്നതാ ചെയ്യണ്ടേന്നറിയാവോ? അവൻ മുഴുവനും വാരി തിന്ന് തിന്ന് എപ്പോഴും ഫ്രിഡ്ജ് തുറക്കലായിരുന്നു കണ്ണൻ ആ സമയത്ത് പരിപാടി. ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഞാൻ അരിഞ്ഞു വെച്ചതിൻ്റെ അന്ന് പോലെ ഇന്നിടാം നാളെ ഇടാം, നാളെ നീളതല്ലേ എന്നേലും എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അന്നേരം ചെയ്താലങ്ങ് ചെയ്ത് പിന്നത്തേക്കെന്ന് പറഞ്ഞൊരു വെപ്പ് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ അത് ഉടനെ ഒന്ന് അടക്കിയായിരുന്നു. അപ്പം ഞാൻ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ അമല എടുക്കുന്നു ഇച്ചിരി കറിവേപ്പില മേടിച്ചിട്ടുണ്ടെന്നാണ്. കടുകൊന്നിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കേട്ടോ അച്ചാറിടുന്നത്. ഇത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്, നല്ലെണ്ണയല്ലേ. കഴിഞ്ഞ ദിവസം എന്നോട് അജിത ചേച്ചി ചോദിച്ചായിരുന്നു നല്ലെണ്ണയിലല്ലേ അച്ചാറിടുന്നത്. നാരങ്ങയൊക്കെ ഞാൻ നല്ലെണ്ണയിലിടും, മാങ്ങ കണ്ണിമാങ്ങ ആണെങ്കിൽ നല്ലെണ്ണയിലിടും. പിന്നെ അല്ലാത്ത ഈ ഇങ്ങനത്തെ മാങ്ങയൊക്കെ അരിഞ്ഞിടുമ്പോഴത്തേക്ക് ഞാൻ തവിടെണ്ണ ഉപയോഗിക്കണം, ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. ചിലർ മാങ്ങയ്ക്കകത്ത് ഇതൊക്കെ ഇടും കേട്ടോ. എന്നാ മറന്നു പോവല്ല, ഇഞ്ചിയൊക്കെ ഇടുവേ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. ഇവിടെ ഇവർ കൂട്ടുന്ന ഒരു അച്ചാറെന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാറേ ഉള്ളൂ. നാരങ്ങ ഇട്ടാൽ ഞാൻ മാത്രമേ കൂട്ടുള്ളൂ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. കുരുമുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും. ഇതെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഭയങ്കര ചൂടൊന്നും അയ്യോ വൈകിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ നാളെ എന്നാ ഇടാൻ ഓർത്താ, പിന്നെയും ഓർത്ത് നാളെ നീളെ അങ്ങ് നീണ്ട് പോവുക ഓരോ ദിവസവും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിക്കും. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും.
ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് മാങ്ങായി ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, മാങ്ങ പൂക്കുകയല്ലേ, എത്ര നാൾ വേണേലും ഇടുന്നുള്ളൂ. ഇവിടെ മാങ്ങാച്ചാറ് പെട്ടെന്ന് തീരും. അച്ചുവ കഴിക്കുന്ന ആഹാരത്തിനേക്കാൾ കൂടുതൽ അച്ചാറാണ്. ഇനി ഇതൊക്കെ ഓഫ് ചെയ്യേ. മാങ്ങ ഇട്ട് ഞാൻ വേവിക്കത്തില്ല കേട്ടോ, ഈ ഒരു ചൂടിൽ ഒന്ന് വാട്ടി എടുക്കത്തേ ഉള്ളൂ, വേവിക്കത്തില്ല. തുമ്മാൻ വന്നത് തുമ്പില്ല. മാങ്ങ അച്ചാറിട്ടു. ഈ തണുത്തിട്ട് കുപ്പിയിലേക്കാക്കാം. ഇതിനി നല്ലപോലെ ആറിയിട്ട് ഞാൻ കുപ്പിയിലോട്ട് മാറ്റത്തുള്ളേ. ചില്ല് കുപ്പിക്കകത്താക്കി വെച്ചാൽ അവിടെ ഇരുന്നോളും. ഇനി ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, അതൊക്കെ ഒന്ന് ഒഴിച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഒന്നുമില്ലേ? ഇന്നലെ നല്ല മഴക്കാറായിരുന്നു കേട്ടോ. മഴ പെയ്യുന്ന ഓർത്തുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല. ചെത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ വയലറ്റ് കളർ ചെത്തിയാണ്. ശരിക്കും അങ്ങ് വാടിപ്പോയി. നേരം വിളക്കുമ്പോഴത്തേക്ക് സെറ്റായിക്കോളും. അപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചേക്കാൻ, മഴ പെയ്യോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല എന്ന്. പക്ഷേ കേട്ടില്ല. അപ്പം നമ്മുടെ മുല്ലയിൽ മൊട്ടൊക്കെ നാളത്തേക്ക് വിരിയാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുല്ലയ്ക്കും എല്ലാത്തിനും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ചെടിക്കെല്ലാം 10 മണിച്ചിരി രാവിലെയൊക്കെ പൂത്തിരിക്കുന്നതാണ് നല്ല രസം കേട്ടോ. വൈകുന്നേരത്തേക്ക് അതൊക്കെ അങ്ങ് പോകും. പിന്നെ മാവിനും ഒക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.